ഹായ്. അപ്പോൾ എല്ലാവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി ആൻഡ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പാർട്ടാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Immunity is the ability of the body to resist and fight infections. It protects against microorganisms and their toxic products. The branch which studies immunity is immunology. അതിന്റെ എക്സാമ്പിൾ ആണ് a person who does not get measles again after recovering once is said to be immune. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്താന്ന് നോക്കാം. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഇപ്പോൾ രണ്ടായിട്ടാണ് ഇമ്മ്യൂണിറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്നേറ്റ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയും അക്വയർഡ് ഇമ്മ്യൂണിറ്റിയും, അതായത് അഡാപ്റ്റ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഓർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജനിക്കുമ്പോൾ തൊട്ട് അയാൾക്ക് ഉള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ്. ഓരോരുത്തരുടെ ബോഡിക്ക് അല്ലെങ്കിൽ ആ പേഴ്സണിന് ജനിക്കുമ്പോൾ തൊട്ട് ഉണ്ടാവുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി. ഇത് നോൺ സ്പെസിഫിക് ആണ്. നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർട്ടൈൻ ഡിസീസ് അല്ലെങ്കിൽ ഒരു ഡിഫൻസ് മെക്കാനിസം എല്ലാ പാത്തജൻ അഗെയിൻസ്റ്റ് ആയിട്ടും എന്താണ് ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു സ്പെസിഫിക് ഓർഗാനിസത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടാവില്ല ഈ ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം. ദ ഡിഫൻസ് മെക്കാനിസം ആക്ട് അഗെയിൻസ്റ്റ് ഓൾ പാത്തജൻസ് ഇൻ ദ സെയിം വേ വിത്തൗട്ട് ടാർഗറ്റിംഗ് എനി സ്പെസിഫിക് ഓർഗാനിസം. ഒരു സ്പെസിഫിക് ഓർഗാനിസത്തിനെ ടാർഗറ്റ് ചെയ്യാതെ എല്ലാ പാത്തജനെയും എഗെയിൻസ്റ്റ് ആയിട്ടും ഈ ഡിഫൻസ് മെക്കാനിസം ആക്ട് ചെയ്യും. അതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇതിൽ പ്രയർ എക്സ്പോഷറിന്റെ ആവശ്യമില്ല. അതായത് മുന്നേ അയാൾ ഇൻഫെക്റ്റഡ് ആയിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണിത്. ഇതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് സ്കിൻ പ്രിവെന്റിംഗ് എൻട്രി ഓഫ് ബാക്ടീരിയ. നമ്മുടെ സ്കിന്ന് നമ്മുടെ ബാക്ടീരിയയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതൊരു ബേസിക് എക്സാമ്പിൾ ആണ്. ഇനി ടൈപ്സ് ഓഫ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി. ഇനേറ്റ് ഇമ്മ്യൂണിറ്റിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 3 ലെവൽസിലാണ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. അത് സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി, റേഷ്യൽ ഇമ്മ്യൂണിറ്റി, ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി. അതിൽ സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് കോമൺ ടു ഓൾ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷ്യസ്, ജനറ്റിക്കലി ഡിറ്റർമൈൻഡ്. സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ഒരു സ്പീഷീസിലുള്ള എല്ലാ മെമ്പേഴ്സും സർട്ടൈൻ ഡിസീസിന് റെസിസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി ഈസ് എ ടൈപ്പ് ഓഫ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി where all members of a species are naturally resistant to certain infections due to genetic factors. Genetic factors കാരണം ഒരു സ്പീഷീസിലുള്ള എല്ലാ മെമ്പേഴ്സും കോമൺ ആയിട്ടുള്ള കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഉണ്ടാവും ചില ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഹ്യൂമൻസ് ഡു നോട്ട് സഫർ ഫ്രം റൈൻഡർ പെസ്റ്റ്. ആനിമൽസ് ഡു നോട്ട് ഗെറ്റ് സിഫിലിസ് ഓർ ഗോണറിയ. അത് റൈൻഡർ പെസ്റ്റ് എന്ന് പറയുന്നത് കാറ്റിൽസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസാണ്. അത് നമ്മൾ ഹ്യൂമൻസ് നമ്മൾ ആ ഡിസീസിന് റെസിസ്റ്റന്റ് ആണ്. അതുപോലെയാണ് ആനിമൽസിന് സിഫിലിസും ഗോണറിയയും റെസിസ്റ്റന്റ് ആണ് ആനിമൽസ്. അതാണ് സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റിന്റെ ഒരു എക്സാമ്പിൾ. ഇനി റേഷ്യൽ ഇമ്മ്യൂണിറ്റി. റെസിസ്റ്റൻസ് സീൻ ഇൻ സർട്ടൈൻ റേസസ് ഓർ പോപ്പുലേഷൻ. അതായത് ചില റേസസിലും പോപ്പുലേഷൻസിലും കണ്ടുവരുന്ന റെസിസ്റ്റൻസ് ആണ് റേഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ എന്താണ്? അൾജീരിയൻ ഷീപ്പ് റെസിസ്റ്റന്റ് ടു ആന്ത്രാക്സ്. ജ്യൂസ് ആർ മോർ റെസിസ്റ്റന്റ് ടു ട്യൂബർകുലോസിസ്. ഇത് റേഷ്യൽ ഇമ്മ്യൂണിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ വരുന്നതാണ് ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി. റെസിസ്റ്റൻസ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഏജ്, ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് ഹോർമോൺസ്. നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ഓരോരുത്തരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫറെൻ്റ് ആണെന്നല്ല, ലൈക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ എന്ന് നമ്മൾ പറയും, അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് ഓരോരുത്തരുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് ആന്റിബോഡി വ്യത്യാസമാണ്. ഓരോരുത്തരുടെ ബോഡി ആക്ട് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. ഇപ്പം എല്ലാവരും എല്ലാ ഡിസീസിനും റെസിസ്റ്റന്റ് ആയിരിക്കണം എന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏജ്, ന്യൂട്രീഷൻ, ഹെൽത്ത്, ഹോർമോൺ. അതാണ് ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് എൽഡർലി ആൻഡ് ഇൻഫൻസ് ആർ മോർ സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻസ്. മാൽന്യൂട്രീഷൻ ഇൻക്രീസസ് ഇൻഫെക്ഷൻ റിസ്ക്. ഇനി വരുന്നതാണ് മെക്കാനിസംസ് ഓഫ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി. ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയിലുള്ള മെക്കാനിസംസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയേഴ്സ്. ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് സ്കിന്നിലുള്ള അസിഡിക് pH, സ്വെറ്റ്, ഫാറ്റി ആസിഡ്സ്. പിന്നെ മ്യൂക്കസ് മെംബ്രെയിൻ നമുക്കറിയാം. നമ്മുടെ നോസിൽ, ഇന്നർ ഓർഗൻസിലൊക്കെ കാണുന്ന മ്യൂക്കസ് മെംബ്രെയിൻ. ടിയേഴ്സിൽ പ്രസന്റ് ആയിട്ടുള്ളത് ആണ് ഒരു എൻസൈമാണ് ലൈസോസൈം. പിന്നെ സലൈവ, ഗ്യാസ്ട്രിക് ആസിഡ്, നോർമൽ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ.
അതിന് എക്സാമ്പിൾ ആണ് സ്റ്റൊമക് ആസിഡ് കിൽസ് ഇൻജസ്റ്റഡ് ബാക്ടീരിയ, ടിയേഴ്സ് വാഷ് അവേ മൈക്രോബ്സ് ഫ്രം ഐസ്. നമ്മൾ ഈ സ്കിൻ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ ഇതിനൊക്കെ പറ്റിയൊക്കെ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചൊന്ന് എഴുതി അതും കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഈ പോയിന്റ്സ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതാം. ഇനി സെല്ലുലാർ കമ്പോണൻസ് ഓഫ് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി. ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന സെല്ലുലാർ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രോഫിൽസ്, മാക്രോഫേജസ്, നാച്ചുറൽ കില്ലർ സെൽസ്, ഇൻഫ്ലമേഷൻ ആൻഡ് ഫീവർ. ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം WBC, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഇതാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത്. അതായത് ബാക്ടീരിയ ഓർ നമ്മുടെ ശരീരത്തിലോട്ട് കയറി വരുന്ന ആന്റിജൻ ഇതിനൊക്കെ എൻഗൾഫ് ചെയ്യുന്നതാണ് ഫാഗോസൈറ്റോസിസ്. ആ പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. ഇനി മാക്രോഫേജസ് എന്ന് പറയുന്നതും ലാർജ് ഫാഗോസൈറ്റിക് സെൽസ് ആണ്. ഇനി നാച്ചുറൽ കില്ലർ കെ സെൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സെൽസ് വിച്ച് കിൽസ് ദി ബാക്ടീരിയ. അതായത് നമ്മുടെ ബാക്ടീരിയ അല്ല, നമ്മുടെ കില്ലർ, ഇപ്പം ക്യാൻസർ സെൽസ് അല്ലെങ്കിൽ വൈറസ് ഇതിനെ പോലത്തെ ഇതിനൊക്കെ നശിപ്പിക്കുന്നത് നാച്ചുറൽ കില്ലർ സെൽസ് ആണ്. ഇവരൊരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ സെൽസിനെ നശിപ്പിക്കുന്നത്. പിന്നെ ഇൻഫ്ലമേഷൻ ആൻഡ് ഫീവർ. ഫീവർ നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഈ എന്താ പറയുക ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്സിനെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ എക്സാമ്പിൾ ആണ് മാക്രോഫേജസ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ബാക്ടീരിയ. ഈ മാക്രോഫേജസ് എന്ന് പറയുന്നത് ഓരോ ലങ്സിൽ ആൽവിയോളാർ മാക്രോഫേജസ് എന്ന് പറഞ്ഞ സംഭവം എക്സിസ്റ്റ് ആയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന മൈക്രോബ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൈക്രോഫേജസ് സഹായിക്കും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ന്യൂട്രോഫിൽസ് ആണെങ്കിലും ഈ സെല്ലുലാർ കമ്പോണൻസിനെ കുറിച്ചും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ഇതും എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും വേണമെങ്കിൽ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. അത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഓർ അഡാപ്റ്റഡ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഡെവലപ്സ് ഡ്യൂറിങ് ലൈഫ്. നമ്മൾ ഇതിന്റെ പേര് പോലെ തന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഇസ് സ്പെസിഫിക് ടു ആന്റിജൻ. ആന്റിജൻ സ്പെസിഫിക് ആയിരിക്കും നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി. ഇറ്റ് ഹാസ് മെമ്മറി, റിക്വയർസ് പ്രയർ എക്സ്പോഷർ. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഇമ്മ്യൂണിറ്റി ആഫ്റ്റർ വാക്സിനേഷൻ. വാക്സിനേഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. ഇവിടെ ഹാസ് മെമ്മറി എന്ന് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ചിക്കൻ പോക്സിന്റെ കേസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം ചിക്കൻ പോക്സ് വന്നാൽ പിന്നെ വരില്ല എന്നൊക്കെ പറയുന്നില്ലേ, അതെന്താ നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്ത ആന്റിബോഡി ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെയും ആ വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അറിയാം എന്ത് കൈൻഡ് ഓഫ് ആന്റിബോഡിയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ആണ് ഈ മെമ്മറി, നമ്മുടെ ഹാസ് മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി ടൈപ്സ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബോഡി പ്രൊഡ്യൂസ്, നമ്മുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ്. ഇതൊരു ലേറ്റന്റ് പീരീഡിന് ശേഷമാണ് ഡെവലപ്പ് ചെയ്യുക. ഇറ്റ് ഇസ് ലോങ് ലാസ്റ്റിംഗ്. ഇതിന് മെമ്മറി ഉണ്ട്. ടൈപ്സ് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെവലപ്സ് ആഫ്റ്റർ നാച്ചുറൽ ഇൻഫെക്ഷൻ. അതായത് മീസൽസ്, ചിക്കൻ പോക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ പോക്സ്, മീസൽസ് പോലത്തെ അസുഖം വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇനി ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ വാക്സിനേഷൻസ്. ഇപ്പം വാക്സിൻസ് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഇസ് വാക്സിൻസ് ആർ പ്രിപ്പറേഷൻസ് ഓഫ് ലൈവ് അറ്റനുവേറ്റഡ് ഓർഗാനിസംസ്, കിൽഡ് ഓർഗാനിസംസ് ആൻഡ് ടോക്സോയിഡ്സ്. ലൈവ് അറ്റനുവേറ്റഡ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വീക്ക് ആയിട്ടുള്ള ഓർഗാനിസംസ്, അത് വെച്ചുണ്ടാക്കിയിട്ടുള്ള വാക്സിൻ ആണ്. കിൽഡ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയ ഓർ വൈറസിന് നമ്മൾ എന്താ പറയുക ജീവൻ ഉണ്ടാവില്ല, ബട്ട് നമ്മൾ അതിനെ വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ടോക്സൈഡ്സ്, ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ നമ്മൾ റെൻഡർ ചെയ്തിട്ട് നോൺ ടോക്സിക് ആക്കും, എന്നിട്ടാണ് നമ്മളത് വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് വാക്സിൻസിന് കുറച്ച് എക്സാമ്പിൾ ആണ് ട്യൂബർകുലോസിന്റെ BCG വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ, പോളിയോ എന്നുള്ളത്, പിന്നെ TT, ടെറ്റനസ് ടോക്സൈഡ്. ഈ വാക്സിൻ പ്രിപ്പറേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് അങ്ങനെ മെൻഷൻ ചെയ്യണം എന്നില്ല, ബട്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ ആണിത്, എന്താണ് വാക്സിൻസ് എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ വരുന്നതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, അതുപോലെ പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റീസ് റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആർ ഗിവൻ, നോ ഇമ്മ്യൂൺ റെസ്പോൺസ് ബൈ ഹോസ്റ്റ്, ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ, ഷോർട്ട് ഡ്യൂറേഷൻ. ടൈപ്സ് ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. എന്താ? ട്രാൻസ്ഫർ ഓഫ് ആന്റിബോഡീസ് ഫ്രം മദർ ടു ബേബി. നമ്മൾ പറഞ്ഞു പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റെഡിമെയ്ഡ് ആന്റിബോഡീസ്. നമ്മുടെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലി നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണിറ്റി അല്ല. ഇത് നമുക്ക് ലൈക്ക് ഇപ്പം പാസീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എന്താണ് ട്രാൻസ്ഫർ ഓഫ് ആന്റിബോഡീസ് ഫ്രം മദർ ടു ബേബി. മദറിൽ നിന്ന് ബേബിയിലോട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇത്. ഇപ്പം നമ്മുടെ ബോഡി സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, ഇത് അക്വയർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പം അതിന് എക്സാമ്പിൾ ആണ് IgG വയ പ്ലാസൻഡ. IgG എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ G.
വയ പ്ലാസൻഡ, IgA വയ ബ്രസ്റ്റ് മിൽക്ക്. ഇത് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആന്റിസെറ ഓർ ഇമ്മ്യൂണോഗ്ലോബുലൻസ്. നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണോഗ്ലോബുലൻസും അല്ലെങ്കിൽ ആന്റിസെറ അങ്ങനത്തെ സംഭവങ്ങൾ എടുക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ആന്റൈ ടെറ്റനസ് സെറം, റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇനി ആക്റ്റീവ് വേഴ്സസ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇവിടെ ആക്റ്റീവ് വേഴ്സസ് പാസീവ് ഇമ്മ്യൂണിറ്റിന്റെ ഒരു കമ്പാരിസൺ ആണ്. അപ്പം ഇത് നോട്ട് ചെയ്ത് വെക്കുക. ലൈക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റിനെ കമ്പയർ ചെയ്തുകൂടി എഴുതി കഴിഞ്ഞാൽ ആ ആൻസർ കംപ്ലീറ്റ് ആവും. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിവൻ ഫ്രം ഔട്ട്സൈഡ്, നമ്മുടെ എക്വയർ ചെയ്യുന്നതാണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി സ്ലോ ഓൺസെറ്റ് ആയിരിക്കും. പാസീവ് ഇമ്മ്യൂണിറ്റി സഡൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ലോങ് ലാസ്റ്റിംഗ് ആണ്, മറ്റേത് ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ മെമ്മറി പ്രസന്റ് ആണ്, മറ്റേത് നോ മെമ്മറി. ബൂസ്റ്റർ എഫക്റ്റ് ഉണ്ടാവും ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക്, പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് നോ ബൂസ്റ്റർ എഫക്റ്റ്. അപ്പോൾ ഈ കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി വരുന്നതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഇത് റെസിസ്റ്റൻസ് ഓഫ് എ പോപ്പുലേഷൻ വെൻ മെജോറിറ്റി ബിക്കം ഇമ്മ്യൂൺ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിലെ മെജോറിറ്റി ആൾക്കാരും ഇമ്മ്യൂൺ ആവുന്ന അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആവുന്നതിനാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷൻ ഇമ്മ്യൂൺ ആവുന്നത്, അതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ, ഇമ്പോർട്ടൻറ്റ് ഇൻ വാക്സിനേഷൻ പ്രോഗ്രാംസ്. ഇതിന് എക്സാമ്പിൾ ആണ് പോളിയോ ഇറാഡിക്കേഷൻ ത്രൂ മാസ് ഇമ്മ്യൂണൈസേഷൻ. ഒരു പോപ്പുലേഷനെ ഇമ്മ്യൂണൈസേഷൻ ചെയ്തിട്ടാണ് പോളിയോ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തത്. ഇത് ഹേർഡ് ഇമ്മ്യൂണിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ്. അപ്പം ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ immunity protects the body from infections. Innate immunity gives immediate protection. Acquired immunity provides long-term and specific defense. Vaccination is essential for disease prevention. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. പിന്നെ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി 2 ടൈപ്പ് ഉണ്ട്, ഇന്നേറ്റ് അക്വയർഡും. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കണം. പിന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ തന്നെ 3 ലെവൽസ് ഉണ്ട്. അതിൽ ഓരോന്നും എന്താണ് അതിന് എക്സാമ്പിളും വേണം. പിന്നെ വരുന്നത് അതിന്റെ മെക്കാനിസം ആണ്. ജസ്റ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയേഴ്സ് നമ്മുടെ പാർട്ട് 1 ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതാം. അതുപോലെ തന്നെ സെല്ലുലാർ കമ്പോണൻസും അങ്ങനെ തന്നെ. പിന്നെ എക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്നും, പിന്നെ അതിൽ എന്ത് ടൈപ്പ് ഉണ്ട്, ആ ഓരോ ടൈപ്പിലും ആ ഓരോ ടൈപ്പിനെയും വീണ്ടും ക്ലാസിഫൈ ചെയ്തതും വിത്ത് എക്സാമ്പിൾ വേണം. പിന്നെ വാക്സിൻ എന്താണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം, എന്തൊക്കെ ടൈപ്പ് ഓഫ് വാക്സിൻസ് ആണ് ഉള്ളതെന്നുള്ളത്. പിന്നെ പാസീവ് ഇമ്മ്യൂണിറ്റി ആണെങ്കിലും അതിലുള്ള ടൈപ്പും ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ, പിന്നെ അതിൻ്റെ ഒരു കമ്പാരിസൺ, പിന്നെ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ആണ് ഇത്. ഇമ്മ്യൂണിറ്റി എന്താണ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണ്, എക്വയർഡ് ഇമ്മ്യൂണിറ്റി, വാക്സിനേഷൻ. അപ്പം ഇത് ഇത്രയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.